നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് മുത്തശ്ശനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആദർശിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശൻ പറഞ്ഞു, അത്രയും വലിയൊരു അസുഖം വന്നു കഴിഞ്ഞപ്പോ എന്തിനാണോ എന്തോ ഭഗവാൻ എന്നെ ഇട്ടത്. അപ്പോഴും ഞങ്ങൾ മുകളിലേക്ക് വിളിച്ചാൽ മതിയായിരുന്നു, എനിക്ക് എന്തേലും സംഭവിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും കാണണ്ടേം കേൾക്കണ്ടേം വരത്തില്ലായിരുന്നല്ലോ. അല്ലെങ്കിലും എനിക്ക് സ്വർണത്തോട് ആർത്തിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. എന്റെ കാർന്നോമാരനെ ഒരു കാര്യം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പത്തരമാറ്റ് സ്വർണം കൊടുത്തിട്ടും നമുക്ക് പിന്നെ ഉയർച്ചയിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ, നമ്മൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ സ്ഥാനം വെച്ചൊഴിയാ വേണ്ടേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജയൻ ആദർശനോട് ചോദിച്ചു, എന്തിനാടാ അച്ഛനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നേ? ഇതിന്റെ വല്ല ആവശ്യം നിനക്കുണ്ടായിരുന്നോ? ആ സമയം അജയൻ പറഞ്ഞു, എടാ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടല്ലേ, എന്നിട്ട് നീ ആ കുഴിയിലേക്ക് പോയി ചാടിയല്ലോ എന്ന് പറഞ്ഞോട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ മുത്തശ്ശി പറഞ്ഞു, ഇനി അവനെ ഇങ്ങനെ നിങ്ങളെല്ലാരും കൂടെ കുറ്റപ്പെടുത്തല്ലേ, പാവം, അവനൊരു തെറ്റ് പറ്റിപ്പോയി. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, തെറ്റ് പറ്റിപ്പോയി. അതെ, ഇവരൊക്കെ പറഞ്ഞ് 100% സത്യമായിട്ടുള്ള കാര്യം. അത് കേട്ട് കഴിഞ്ഞപ്പോ ജലജ ഇടപെട്ടു. ജലജ പറഞ്ഞു, നവ്യെ നീ ഒന്നും മിണ്ടാതിരിക്കുക, മുതിർന്നവര് പറയണ സമയത്ത് ഇടയ്ക്ക് കേറലെന്ന് പറഞ്ഞു. ജലജയ്ക്ക് പേടിയാ, അബിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറയോ മറ്റുള്ളവര് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോ നബി പറഞ്ഞു, എന്തിനമ്മേ നമ്മള് ഭയന്നിരിക്കണേ? എനിക്കങ്ങനെ ഭയന്നിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയാളും പറയും. പാവം പിടിച്ചൊരു പെൺകുട്ടിയുടെ ശാപമാ ആദർശന്റെ തലയില്, അതുകൊണ്ട് ആദർശൻ എന്ത് ചെയ്താലും വിജയിക്കില്ല എന്ന് പറഞ്ഞു. ആ ശാപം ആദർശേണ്ണ ഏൽക്കണേന്ന് പറഞ്ഞു. അത് കേട്ടത് ദേവയാനിക്ക് സഹിക്കോ? തന്റെ മോനെ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാത്ത തെറ്റിനെ കുറ്റപ്പെടുത്തിയ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പെട്ടെന്ന് ദേവേനെ പറഞ്ഞു, ദേ നീ ഒരു അക്ഷരം മിണ്ടിപ്പോയേക്കരുത്, മിണ്ടിയിട്ടുണ്ടെങ്കിൽ ശാപം ആർക്ക് ഏൽക്കണേന്ന് ഞാൻ പറയും. അത് കേട്ട് കഴിഞ്ഞപ്പോ ജലജയ്ക്ക് പേടിയേ. ആ സമയത്ത് ആദർശ് പറഞ്ഞു, അമ്മ ഒന്നും മിണ്ടാതിരിക്കുക, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. തെറ്റെന്റെ ഭാഗത്താ, ഞാൻ ആ തെറ്റ് ചെയ്തേ. അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും ആ സ്ഥാനം വെച്ചൊഴിയാൻ തീരുമാനിച്ചു. എനിക്കിനി അവിടെ ആ കസാലിലിരിക്കാൻ യോഗ്യത ഇല്ലെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, അതത്ര വലിയ ത്യാഗമൊന്നും അല്ല, ആരും ഇവിടെ ത്യാഗം ചെയ്തിട്ടൊന്നുമില്ല. അത് കേട്ടതും ജയൻ പറഞ്ഞു, അത് ശരിയാ, ഒരു തകർച്ചയുടെ വക്കിലേക്ക് മൂർത്തി ജ്വല്ലറി പോയിക്കൊണ്ടിരിക്കണേ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ആ MD സ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് അവിടെ തുടരാനായിട്ട് അർഹതയില്ലെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, അല്ലെങ്കിലും അബി കള്ളക്കടത്ത് സ്വർണം വിറ്റെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ആദർശ് എന്താ ചെയ്തേ? ആദർശ് അവനെ മാറ്റി നിർത്തി. പക്ഷെങ്കിൽ അനി കയറിയതിന് ശേഷം അവനെ എന്ത് ചെയ്തു? പിരിച്ചു വിടുക ചെയ്തേ. അതായത് കമ്പനിക്ക് കോട്ടങ്ങളോ അല്ലെ തകർച്ച ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്ത ആൾ പിന്നെ കമ്പനി തുടരാനായിട്ട് അർഹനല്ല. അതുപോലെ തന്നെയാണ് ഇവിടെ എന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ആദർശ് പറഞ്ഞു, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് മുത്തശ്ശ. ഇനി മുത്തശ്ശൻ ആർക്ക് വേണേലും ആ സ്ഥാനം കൊടുത്തു. ഒന്നെങ്കിൽ മുത്തശ്ശന്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനോ കൊച്ചച്ഛനോ ആർക്ക് വേണോ ആ സ്ഥാനം കൊടുത്തു. എനിക്ക് അവിടെ തുടരണമെന്ന് യാതൊരു താല്പര്യമില്ല. അല്ലെങ്കിലും ഇനി ആ കസേരയിലിരിക്കാനായിട്ട് ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് കയറിപ്പോയി. എനിക്കൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരുന്നത്. കാരണം ഒട്ടും പ്രതീക്ഷ കാര്യമായിരുന്നില്ല ഇങ്ങനെയൊരു സംഭവം എന്ന് പറഞ്ഞാല്. പിന്നീട് ദേവേനി മുത്തച്ഛനോട് പറഞ്ഞു, അച്ഛാ അവന് ഒരു അവസരം കൂടെ കൊടുക്കണമെന്ന് പറയണം. അത് കേട്ടതും ജയം വന്നിട്ട് ദേവേനോട് പറഞ്ഞു, നീ എന്ത് വർത്താനാ പറയണേ? അങ്ങനെ ഒരിക്കലും ഒരു അവസരം കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛനും പിന്നെ അച്ഛൻ്റെ അച്ഛനും ഒക്കെ ഇതുവരെ ആയിട്ടും കൊണ്ടുവന്ന നയങ്ങളും കാര്യങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്നില്ലാതായിപ്പോ. അതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടതും അജയൻ പറഞ്ഞു, അതേ ഏട്ടത്തി, അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ദേവേനിക്ക് ഭയങ്കര വിഷമമായി, സഹിക്കാൻ പറ്റിയില്ല. ദേവേനെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോവാണ്. ആ സമയത്ത് നവ്യ പറഞ്ഞു, അല്ലെങ്കിലും അങ്ങനെ തന്നെയാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ അമ്മായിയുടെ സ്വന്തം മോന്റെ കാര്യം വരുമ്പത്തേനും ഇച്ചിരി ഇത് കൂടുതലാ. മറ്റുള്ളവരെ പോലെ തന്നെയാ സ്വന്തം മോനെന്നുള്ള കാര്യം ചിന്തിക്കുന്ന പോലുമില്ല. എന്ത് തെറ്റ് ചെയ്താലും ആ കൂടെ ന്യായീകരിച്ചു നിന്നോളൂ. ഇത് കേട്ട ദേവേനി പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു വന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഒരു അക്ഷരം മിണ്ടി പോയേക്കില്ലെന്ന് പറഞ്ഞു. നീ ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയുണ്ടല്ലോ ഞാൻ എന്തൊക്കെയാ വിളിച്ചു പറയണമെന്ന് അറിയത്തില്ല. ഇപ്പം ആദർശ് ഇവിടെ ഒന്ന് ഉരുകിയേക്കാളും നീ ഇവിടെ ഒന്ന് നന്നായിട്ട് ഉരുകും. അതുകൊണ്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്നും പറഞ്ഞ് ദേവേനി അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ജലജ പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കഷ്ടം തന്നെ. ഒരു ദിവസം കൊണ്ട് മൂർത്തി ജ്വല്ലറി തകർച്ചയിലേക്ക് എത്താന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നും അല്ല. അച്ഛനെ ഏറ്റവും കൂടുതൽ വിഷമായി കാണും. കാരണം അച്ഛൻ ഇത്രയും കാലം ഉയർത്തിക്കൊണ്ട് വന്ന ജ്വല്ലറി അല്ലേ ഒരു നിമിഷം കൊണ്ട് ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നേ. ഇതുകൂടെ കേട്ടുകഴിഞ്ഞപ്പോ മുത്തശ്ശൻ പിന്നീട് പറഞ്ഞു, അതെ, മൂർത്തി ജ്വല്ലറിക്ക് പുതിയൊരു MD കണ്ടെത്തണമെന്ന് പറയണ ജയനോടും അജയനോടും ഒക്കെ ആയിട്ട്. അത്
കമ്പനിക്ക് പുറത്തുനിന്നാണെങ്കിൽ അങ്ങനെ, അകത്തു നിന്നാണെങ്കിൽ അങ്ങനെ കഴിവുള്ളവനായിരിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ നടപ്പാക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം കേട്ടിപ്പോ നവ്യക്കും ജലജയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ആദർശ് വിഷമിച്ച് മുറിയിലേക്ക് ഇരിക്കുമ്പോഴത്തേനും നയനെ അങ്ങോട്ടേക്ക് വന്നു. നയന വന്നു കഴിഞ്ഞപ്പോ ആദർശിന്റെ കണ്ണൊക്കെ നിറഞ്ഞ് ആദർശ് കണ്ണു തുടച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടേ. പിന്നീട് ആദർശ് വന്ന് ആദർശിന്റെ അടുത്തേക്ക് നയന വന്നിട്ട് ആ കണ്ണീരൊക്കെ ഒപ്പിയിട്ട് പറഞ്ഞു, എനിക്കറിയാം ആദർശേട്ടൻ നല്ല വിഷമായെന്ന്. മുത്തശ്ശൻ അങ്ങനെയൊക്കെ സംസാരിച്ച് വിഷമായില്ലേ? സാരമില്ല, സങ്കടപ്പെടണ്ട. ആദർശേട്ടന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, സാരമില്ല, മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞാല് മുത്തശ്ശനെ തെറ്റ് പറയാൻ പറ്റില്ല. മുത്തശ്ശന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുക്കത്തുള്ളൂ. അതെ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു ആദർശേട്ടാ, അതിവിടെ വെച്ചല്ല, നമുക്ക് പുറത്തു പോയി സംസാരിക്കാന്ന് പറഞ്ഞു. എന്തിനാ പുറത്തു പോന്നേ? അതുണ്ട്, നീ ഒരു കാര്യം ചെയ്യാ, നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോന്ന് ചോദിച്ചു. ഇല്ല, നീ എന്തെങ്കിലും പോയി കഴിച്ചിട്ട് വാ. വേണ്ട ആദർശേട്ടാ, എനിക്ക് വിശപ്പില്ല, എന്റെ വിശപ്പൊക്കെ പോയി. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ദേ, നീ ഒറ്റയല്ല, നിന്റെ വയറ്റിൽ ആളും കൂടെ ഉണ്ടെന്നുള്ള ഓർമ്മ വേണം. അതുകൊണ്ട് നീ പോയി കഴിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് പുറത്തു പോവാം, പുറത്തു വെച്ച് സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നയനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ആദർശന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയൊരു പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം തന്നെ മുത്തശ്ശന് ദൈവത്തെ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന തന്നെയായിരുന്നു. ആ താനാണ് ആ വിശ്വാസം ഇല്ലാതാക്കിയിരിക്കുന്നത്. അപ്പൊ മുത്തശ്ശന് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതൊക്കെ ഓർത്തിട്ടാണ് ആദർശന് വിഷമം. ഇതേ സമയത്ത് അവന്തികയും നാഗേന്ദ്രനും കൂടെ കാണുവാണ്. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നാഗേന്ദ്രൻ പറഞ്ഞു, മോളെ, ഇങ്ങനെ ഒരു തകർച്ച കാണാൻ വേണ്ടി ഞാൻ എത്ര കാലമായി കാത്തിരിക്കുന്നറിയാവോ? അങ്ങനെ ആ അവസരം വന്നെത്തിയിരിക്കുവെന്ന് പറയണം. ആദർശിന് ജയിക്കാവുന്നുണ്ടായിരുന്നുള്ളൂ, കോൺഫറൻസ് കാളിലേക്ക് വരുമായിരുന്നെങ്കിൽ. പക്ഷെ അവന് ജയിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുത്തില്ല ഞാന്. കാരണം മോൾക്കറിയാലോ, അതിനു മുമ്പ് തന്നെ ഞാൻ കളിച്ചു. ഈ പറയുന്ന മൂർത്തി ഉണ്ടല്ലോ, അവന് ജയിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ ഈ മൂർത്തി ക്ഷമിച്ചാനാ. എങ്ങനെയായിരുന്നറിയാവോ? ആദർശ് അവിടെ എത്തിയിട്ട് ഡീൽ ഉറപ്പിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ മൂർത്തി ക്ഷമിച്ചാനോ. പക്ഷെ ആദർശ് അവിടെ എത്തിയില്ലോ, അതുകൊണ്ടാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അവധി പറഞ്ഞു, അത് ശരിയാച്ച. അത് മാത്രമല്ല, ഗൾഫിലുണ്ടായ തകർച്ച ഉണ്ടല്ലോ, അന്ന് തന്നെ ഈ പറയുന്ന മൂർത്തി ഒരു തീരുമാനം എടുത്തേന്. പക്ഷേങ്കില് ഈ അവിടുത്തെ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നോക്കുന്ന ആദർശല്ലല്ലോ. അതുകൊണ്ടൊക്കെ കൂടിയാണ് ആദർശന് ഒരു തവണയും കൂടെ ചാൻസ് കൊടുത്തേന്ന് തോന്നേ. അല്ലെങ്കിൽ മൂർത്തി ഒരു കാരണവശാലും സമ്മതിക്കില്ല. മൂർത്തിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. ഒരിക്കലും കുടുംബം ബിസിനസ്സും ഒന്നിച്ചിങ്ങനെ കൊണ്ടുപോകത്തില്ല. രണ്ടും രണ്ടായിട്ടാ കാണുന്നേ. അതുകൊണ്ട് തീരുമാനങ്ങളൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള തീരുമാനമായിരിക്കും. അതിപ്പോ ആര് തെറ്റ് ചെയ്താലും അവരെ പിന്നെ വെച്ചു പുലർത്തില്ല. അങ്ങനെ ഒരു തീരുമാനമല്ലേ ഇപ്പൊ ഇവിടെ എടുത്തിരിക്കുന്നേ. അത് കേട്ടതും അവന്തി പറഞ്ഞു, എന്നാലും മുത്തശ്ശന് ആള് ബുദ്ധിമാനാ. അതുകൊണ്ടല്ലേ മുത്തശ്ശന് വിചാരിച്ചിരിക്കുന്നേ ഒരു ശത്രു ഇതിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന്. അതെ മോളെ, ശത്രു പിന്നിലുണ്ടെന്ന് കരുതുന്നുണ്ട്. പക്ഷെ കണ്ടെത്താനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടും. കാരണം ഈ പറയുന്ന എൻ ജ്വല്ലറിയുടെ MD ഡേവിഡ് അല്ലേ? ഡേവിഡ് അല്ലെന്നും അവിടുത്തെ നമ്മുടെ ജ്വല്ലറി സ്റ്റാഫിന് പോലും അറിയത്തില്ല. എനിക്കും മോൾക്കും മാത്രം അറിയത്തുള്ളൂ. അത് കേട്ടതും അവന്തി പറഞ്ഞു, ഇതൊക്കെ കേട്ട് കഴിയുമ്പോ ഏട്ടനും അതുപോലെ തന്നെ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായിരിക്കും വെച്ചാ. തൽക്കാലത്തേക്ക് നീ നിന്റെ ഏട്ടനോടൊന്നും പറയണ്ട. പിന്നെ അമ്മയോട് ഇപ്പൊ പറയണ്ടെന്ന് പറഞ്ഞു. അവൾക്ക് എന്റെ കയ്യിൽ ഇത്തിരി 10 കാശുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ചായവുണ്ടാവും. വേണമെങ്കിൽ ഞാനെന്നാ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അവൾക്ക് ഇറങ്ങാവുന്ന ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവൾ അന്നത് ചെയ്തില്ല. കാരണം ഞാനൊന്നും ഇല്ലാതില്ലേ അവിടെ നിന്ന് ഇറങ്ങിയത്. അവൾക്ക് അതുകൊണ്ട് ഇറങ്ങാൻ താല്പര്യം ഇല്ലായിരുന്നു. ഇത് കേട്ടത് അവധി പറഞ്ഞു, ഒരു കണക്കിന് നല്ല കാര്യമല്ലേ അച്ഛാ, അച്ഛനൊന്ന് ആലോചിച്ച് നോക്കി ഇറങ്ങാതിരുന്നേ. കാരണം ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ അച്ഛനൊന്നും വെട്ടിപ്പിടിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അച്ഛന് സ്വാതന്ത്ര്യത്തോടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ നേട്ടങ്ങൾ പോയതേ. അത് കേട്ടപ്പം നാഗേന്ദ്രൻ പറഞ്ഞു, അതും ഒരു കണക്കിന് ശരി തന്നെയാ. എനിക്കിനി മൂർത്തി ജ്വല്ലറി തകർച്ചയെന്ന് പറഞ്ഞാൽ മൊത്തം തകർന്ന് തരിപ്പണമാണ്. ഇനി ഒരു പക്ഷെ MD ആക്കാൻ പോകുന്ന അനിയായിരിക്കും. അനി എന്താണെങ്കിലും അത്ര കാര്യപ്രാപ്തിയുള്ള ആളല്ല ഈ പറയുന്ന ജയനെയും ആദർശനെയും പോലെയൊക്കെ. അതുകൊണ്ട് കമ്പനി എത്രയും പെട്ടെന്ന് തന്നെ കൂപ്പുകുത്തും. കമ്പനിയുടെ അസ്ഥിവാരം തന്നെ ഇളകും, കടക്കണിയിലേക്ക് വീഴും. കോടികൾ ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനി കോടികൾ നഷ്ടത്തിലാവും. അതാണ് എനിക്ക് കാണണ്ടേ. ആ ഒരു കാഴ്ചയ്ക്ക് മോളെ ഞാൻ കാത്തിരിക്കണേ എന്നൊക്കെ നാഗേന്ദ്രൻ അവന്തികയോട് പറയുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോ നന്ദു കനകയുടെയും ഗോവിന്ദന്റെ അടുത്ത് വന്നു. അപ്പോഴേക്കും കനു ചോദിച്ചു, മോളെ അനന്തപുരിയിലെ വല്ല കാര്യങ്ങളും അറിയാവോ? ഇല്ലമ്മ, ഞാൻ ഇന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞു നയനേച്ചിയെ. അങ്ങനെ നയനയെ വിളിക്കുവാണ്. നയനയെ വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി അവിടെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിച്ചു. അതെ മോളെ, ആദർശേട്ടന് കമ്പനി സ്ഥാനം രാജിവെച്ചെന്ന് പറയണേ. രാജിവെച്ചെന്നോ? അതെ, MD സ്ഥാനം രാജിവെച്ചെന്ന് പറഞ്ഞു. അത് വിശ്വസിക്കാൻ പോലും പറ്റില്ല നന്ദുവിന്. അല്ലേ ചേച്ചി? അതെ, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട്
നയന കോള് കട്ട് ചെയ്തു. നന്ദുവിന് ഭയങ്കര സങ്കടമായിപ്പോയി. നന്ദു പിന്നീട് ആ കാര്യങ്ങൾ കനകയോടും ഗോവിന്ദനോടും ഒക്കെ പറയാണ്. കനക പറഞ്ഞു, ദൈവമേ എന്തൊക്കെയാ അവിടെ സംഭവിച്ചോണ്ടിരിക്കണേ. നന്ദു പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല. മൂർത്തി മുത്തശ്ശന്റെ കാര്യം അറിയാലോ. മുത്തശ്ശൻ നേരെ വാ നേരെ പോന്നുള്ള കാരണം നേരെ വാ നേരെ പോ എന്നുള്ള സ്വഭാവക്കാരനാ. ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ അവിടെ സംഭവിച്ചിരിക്കുന്നേ. ഇപ്പൊ തന്നെ മൂർത്തി ജ്വല്ലറി തകർച്ചയുടെ വക്കിലേക്ക് പോയേക്കുമല്ലേ. അപ്പൊ ആദർശേട്ടൻ MD സ്ഥാനത്തിരിക്കുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നേ. അപ്പൊ പിന്നെ ആദർശേട്ടനെ ആ സ്ഥാനത്ത് വെച്ചു പുലർത്തില്ല എന്ന് പറഞ്ഞു. എന്നാലും ആദർശ് മോനോടൊപ്പം കഴിവുള്ള ആരെങ്കിലും വേറെ ആ വീട്ടിലുണ്ടോ എന്ന് കനക ചോദിക്കുക. അത് ശരിയാ, അതും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ആർക്കായിരിക്കും MD സ്ഥാനം കൊടുക്കാൻ പോന്നെ? എനിക്കോ മറ്റോ ആണോ? അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലമ്മേ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഒരു ശത്രു ഉണ്ട്. ഇത് ആദർശേട്ടനോട് നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണ്. മൂർത്തി ജ്വല്ലറി തകർക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് ആ AN ജ്വല്ലറിക്കാരാന്ന് തോന്നേ. അല്ല, അവർക്കെന്താ ഇത്രമാത്രം ശത്രുത? അതൊന്നും അറിയില്ലമ്മേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, 0% പണിക്കൂലിയില്ലല്ലേ അവർ സ്വർണം കൊടുക്കുന്നേ. അതുകൊണ്ട് എന്താ, ആൾക്കാരെല്ലാം അങ്ങോട്ടേക്കല്ലേ എത്തുന്ന സ്വർണം വാങ്ങിക്കാനായിട്ട്. ഇപ്പൊ കണ്ണായ ഒരു സ്ഥലത്താണ്, സിറ്റിയുടെ കണ്ണായ സ്ഥലത്ത് തന്നെയാണ് അവര് ജ്വല്ലറി വെച്ചിരിക്കുന്നത്. ഇനി ഇപ്പം ആണ്ടെ വേറെ സ്ഥലങ്ങളിലും കൂടെ അവര് ജ്വല്ലറി തുടങ്ങാൻ പോവാന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് മൂർത്തി ജ്വല്ലറി തകർച്ചയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കനക പറഞ്ഞു, എന്തൊക്കെയാ കേട്ടോണ്ടിരിക്കുന്നത്? അല്ലെങ്കിലും കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ ഒരുത്തി. അവള് മൂർത്തി ജ്വല്ലറിക്ക് എതിരായിട്ട് നിൽക്കുമല്ലേ. AN ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് പരസ്യത്തിലേക്ക് അഭിനയിക്കാൻ പോയത്. പറഞ്ഞിട്ട് കാര്യമില്ല, കുടുംബത്തിന് നാശം കാണാനായിട്ട് നടക്കുന്ന ഒരുത്ത എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു, അത് മാത്രല്ലമ്മേ, അറിയാലോ ഈ AN ജ്വല്ലറിക്കാര് കളി അറിഞ്ഞ കളിച്ചോണ്ടിരിക്കുന്നേ. അതുകൊണ്ട് ഒന്നും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങൾ എവിടെയുണ്ട്. എത്രയും പെട്ടെന്ന് ശത്രു ആരാന്ന് കണ്ടുപിടിക്കണം. അത് മാത്രം ഇതിന് പരിഹാരമുള്ളെന്ന് പറഞ്ഞു. ആ സമയത്ത് ഭയങ്കര സന്തോഷത്തിലായിരുന്നു വേണു അനാമയും കൂടെ. അങ്ങനെ അവരൊരു കോഫി ഷോപ്പിലേക്ക് ഒന്ന് കോഫി കുടിക്കുന്ന സമയത്ത് വേണു പറഞ്ഞു, മോളെ ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തകർച്ച ഉണ്ടാവും നമ്മളാരും പ്രതീക്ഷയാണോ? ആദർശ് അത് MD സ്ഥാനം രാജിവെച്ചു പോലും. അത് ശരിയാ, അഭിയേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചില്ല. വേണു പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യ. അന്ന് ആ ദുബായിലെ ജയിലിൽ കിടക്കുമെന്ന് പറഞ്ഞ് കിടന്നില്ലോ. പിന്നെ അവൻ പറഞ്ഞു കമ്പനി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്ന്. പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അബി അത് പറഞ്ഞുകൊണ്ടാ വിശ്വസിക്കാത്തെ. ഇപ്പോഴെന്താണെങ്കിലും പൂർണ്ണമായിട്ട് ബോധ്യമായി. അല്ല മോളെ, ഇനിയിപ്പോ ആരായിരിക്കും MD? അത് പറയാൻ പറ്റില്ല അച്ഛാ. ഇനിയിപ്പോ അനിയെങ്ങാനും ആയിരിക്കോ? അനിയോ? അതിന് അവനുള്ള കഴിവുണ്ടോ അതിന്? പറയാൻ പറ്റില്ല, ചിലപ്പോ അവനായിരിക്കും. അങ്ങനെയാണെങ്കിൽ മോളെ ഒരു MDയുടെ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛാ, ദൈവത്തെ ഓർത്ത് ഇനി അതിനെക്കുറിച്ച് പറയരുത്. ഞാൻ അവനിൽ നിന്ന് എങ്ങനെയും തലയുരാൻ നിൽക്കുക. അല്ലേലും കേസ് കോടതി കിടക്കുമല്ലേ. അത് ശരിയാ അച്ഛാ, എങ്ങനെയെങ്കിലും കുറച്ച് കോമ്പൻസേഷൻ മേടിച്ചെടുക്കാൻ നോക്കണം. അങ്ങനെയാണ് ആ വഴിക്ക് നോക്കുമ്പോളെ ഒരു 3-4 തലമുറയ്ക്ക് കഴിയാനുള്ളത് എന്തായാലും നിനക്ക് കിട്ടും. അതാ ഇനി ഏക പോംവഴി എന്നൊക്കെ അനാമികയോട് വേണു പറയാ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.